ഹായ് ഫ്രണ്ട്സ്, ചിത്രകലയിലെ തുടക്കക്കാർക്ക് അത്യാവശ്യമായി വേണ്ട ആർട്ട് മെറ്റീരിയൽസുകൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആർട്ട് റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി ആർട്ട് മെറ്റീരിയൽസുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വില കുറഞ്ഞതും എന്നാൽ തെറ്റില്ലാത്ത ക്വാളിറ്റിയുമുള്ളവയുമാണ് ഇവിടെ പറയുന്നത്. വ്യത്യസ്ത തരം പേപ്പറുകൾ ഉണ്ടെങ്കിലും തുടക്കക്കാർക്ക് പെൻസിൽ ഡ്രോയിങ്, പെൻ ഡ്രോയിങ്, വാട്ടർ കളർ പെയിന്റിംഗ് എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. ഒരു ചാർട്ടിന്റെ 1/4 ഭാഗമാണിത്. ഇത് കൂടുതലാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇതിനെ വീണ്ടും പകുതിയാക്കി ഉപയോഗിക്കാം. ചാർട്ടിന്റെ റഫായ ഭാഗത്താണ് വർക്കുകൾ ചെയ്യേണ്ടത്. വിവിധ തരം പേപ്പറുകളെ പറ്റി മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഡ്രോയിങ്ങിനും ഷെയ്ഡിങ്ങിനും ഏത് പെൻസിലാണ് നല്ലത് എന്ന് പലരും ചോദിക്കാറുണ്ട്. തുടക്കക്കാർക്ക് നല്ലത് അപ്സരയുടെ പെൻസിലുകളാണ്. വിവിധ തരം പെൻസിലുകളെ പറ്റിയുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിലുണ്ട്. ചിത്രരചന ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യൂ. പല ഗ്രേഡിലുള്ള പെൻസിലുകൾ ഉൾപ്പെട്ട ബോക്സാണിത്. HB, 2B, 4B, 6B, 8B, 10B പെൻസിലുകളാണ് ഇതിലുള്ളത്. അപ്സരയുടെ തന്നെ ഇറേസറുകൾ ലഭ്യമാണ്. ഇത് വളരെ സോഫ്റ്റ് ആയതിനാൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആർട്ട് ലൈൻ്റെ പെൻസിലുകളാണ്. പെൻസിലുകൾ ഷാർപ്പ് ചെയ്യാൻ ഇതുപോലുള്ള ഷാർപ്പണർ ഉപയോഗിക്കുമ്പോൾ അധികം ഷാർപ്പ് വരുന്നതിനാൽ പേപ്പർ ഡാമേജ് ആവാതെ ശ്രദ്ധിക്കണം. അധികം ഷാർപ്പ് ആയതിനാൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതുപോലുള്ള ഷാർപ്പ് ബ്ലേഡ് അഥവാ പോക്കറ്റ് നൈഫ് ഉപയോഗിച്ച് നന്നായി ഷാർപ്പ് ചെയ്യാം. തുടക്കക്കാർക്ക് വളരെ ഒരു നല്ല കളറാണ് ക്യാമലിൻ്റെ ഈ വാട്ടർ കളർ ബോക്സ്. വിലയും കുറവാണ്. ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 12 ഷെയ്ഡുകളാണ് ഇതിലുള്ളത്. 5 ml ട്യൂബുകളിലാണ് ഇത്. ആവശ്യത്തിന് പാലറ്റിലേക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇനി ബ്രഷുകൾ ഏത് വേണമെന്ന് നമുക്ക് നോക്കാം. വിവിധ തരം ബ്രഷുകളെ പറ്റിയും അവയുടെ ഉപയോഗത്തെ പറ്റിയുമുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിലുണ്ട്. പലരുടെ കയ്യിലും നല്ല കളറുകൾ കാണാം, പക്ഷേ നല്ലൊരു ബ്രഷ് കാണില്ല. അത്യാവശ്യമായി വേണ്ട ബ്രഷുകളാണിത്. ഒരു പോയിന്റ് ബ്രഷ്, മോപ്പ് ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ് എന്നിവ അത്യാവശ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാലറ്റാണ്. ഇതുപോലെയുള്ള വലിയ പാലറ്റാണ് നമുക്ക് ആവശ്യം. ചെറിയ പാലറ്റുകൾക്ക് പകരം ഇത്തരം വലിയ പാലറ്റുകൾ ഉപയോഗിച്ചാൽ കളർ മിക്സിംഗ് നന്നായി ചെയ്യാം. ചിത്രകല പഠിക്കാനും പുതിയ ക്രിയേറ്റിവിറ്റി കണ്ടെത്താനും ചാനലിലെ വീഡിയോകൾ നിങ്ങളെ സഹായിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വ്യത്യസ്ത മറ്റൊരു ക്ലാസ്സുമായി ആർട്ട് റൂം ഇനിയും വരാം.